ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ആരെയും ഭയപ്പെടുത്തരുത്, ആരെയും ഭയപ്പെടരുത്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവാണ് നമ്മുടെ ഇടയനെങ്കിൽ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാനും മരണവും തമ്മിൽ ഒരടി ദൂരമേ ഉള്ളൂ, സാവൂളിൻ്റെ കൈകളാൽ ഞാൻ കൊല്ലപ്പെടും എന്ന് പരിഭവം പറഞ്ഞ് ഭയപ്പെട്ട് ഓടി മടുത്ത ഒരു വ്യക്തിയാണ് ദാവീദ്. എന്നാൽ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ആ സാവൂളിൻ്റെ രാജസ്ഥാനത്തേക്ക് ദാവീദ് രാജാവായി കയറുകയാണ്. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു, അവൻ്റെ ഭയം മാറി. ആ ദാവീദ് ആത്മാവിൽ നിറഞ്ഞപ്പോൾ ഗോലിയാത്ത് ദാവീദിൻ്റെ മുന്നിൽ വഴിമാറി. നാം ദൈവാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഒരു ഗോലിയാത്തിനെയും ഒരു സാവൂളിനെയും ഭയപ്പെടേണ്ടതില്ല. ഒരു ഈജിപ്തിനും നമ്മൾ തകർക്കാൻ സാധ്യമല്ല. ജോഷുവയുടെ നേതൃത്വത്തിൽ പുരോഹിതർ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ജോർദാൻ നദിയിൽ പുരോഹിതരുടെ കാൽപാദം പതിഞ്ഞതോടെ ആ ഒഴുക്ക് നിന്നു. വെള്ളം ഒരു വശത്ത് ചിറ പോലെ പൊങ്ങി നിന്നു. ബാക്കിയുള്ള വെള്ളം ഒഴുകിപ്പോയി. ആ ജോർദാൻ്റെ മധ്യത്തിലൂടെ അവർ മറുക കടന്നു. കർത്താവിനെ വഹിച്ചുകൊണ്ട് നമ്മൾ ഈ പുരോഹിതർ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുപോലെ കർത്താവിൽ വസിച്ച് കർത്താവിനെ വഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ജോർദാൻ്റെ കുത്തൊഴുക്കും നമ്മളെ തടസ്സപ്പെടുത്തുകയില്ല. അതിനാൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണം എന്ന് വിധിയെഴുതിയ ഉത്തരവിട്ട ഫറവോയുടെ കൺമുൻപിലാണ് മോശ വളർന്നത്. ഫറവോയുടെ സംരക്ഷണത്തിൽ തന്നെ മോശ വളരാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ദൈവം അനുവദിക്കാതെ, ദൈവം സമ്മതിക്കാതെ ഒരു ഉപദ്രവവും നമ്മിൽ സംഭവിക്കില്ല. അഥവാ സംഭവിച്ചാൽ തന്നെ അത് നമുക്കുള്ള പരിശീലനങ്ങളാണ്. നമ്മെ വളർത്താനും ശക്തിപ്പെടുത്താനും ആണ് ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നത്. ഗോലിയാത്ത് വരുന്നത് ദാവീദിനെ ഉണർത്താനാണ്, ശക്തിപ്പെടുത്താനാണ്. ചില ഗോലിയാത്തുകൾ, ചില ജോർദാൻ നദികൾ, ചില ഈജിപ്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ വളരൂ, നമ്മൾ ഉയരൂ, നമ്മൾ ശക്തി പ്രാപിക്കൂ. അതിനാൽ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, ആരെയും ഭയപ്പെടേണ്ട, ആരെയും ഭയപ്പെടുത്തേണ്ട. കർത്താവിൽ ആനന്ദിക്കുക. കർത്താവാണ് നമ്മുടെ ഇടയൻ. ഒന്നിനും കുറവുണ്ടാവുകയില്ല. കുറവുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കർത്താവിന് ഇടയനാക്കാതെ ചില അപരിചിതമായ സ്വരത്തിന് പിറകെ പോകുന്നതുകൊണ്ടാണ്. കർത്താവാണ് ഇടയനെങ്കിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഗോഡ് ബ്ലെസ് യു.